ഞാൻ പറഞ്ഞ ഈ 20 വർഷം, ഒരു 20 വയസ്സ്, ആ കാലത്താണ് വായനയോടുള്ള ഒരു നല്ല താല്പര്യം. ഒരുപാട് വായന, അതുപോലെ തന്നെ അന്ന് ഏറ്റവും നമ്മൾ ആകർഷിച്ച് തന്ന ആ കാലഘട്ടത്തിൽ കഥാപ്രസംഗമായിരുന്നു. മലബാർ വായനശാല ചരിത്രം പറയുമ്പം അത് തിരുവിതാംകൂർ വായനശാല അമ്പലപ്പുഴയിൽ PK മെമ്മോറിയൽ വായനശാല 1945 സെപ്റ്റംബർ 14 രൂപീകരിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ കേരളത്തിൽ നമ്മുടെ വടകര MK കേളുവേട്ടൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് നമ്മുടെ മലബാർ വായനശാല സംഘം K ദാമോദരൻ രൂപീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തോടുള്ള സ്നേഹം അത് മനസ്സിലെപ്പോഴും പുസ്തകം തന്നെയാണ്. ഞാനിപ്പോൾ പുസ്തകത്തിനെ നമ്മൾ ഒരിക്കലും സൂക്ഷിക്കുന്നതും അങ്ങനെയാണ്. ഒരുപക്ഷെ അതിനൊരു സ്വകാര്യ ലാഭം എന്നെല്ലാം വേണ്ടിയൊക്കെ പറയാം. കാരണം ഇപ്പോൾ എൻ്റെ പുസ്തകം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു പക്ഷേ മടിയായിരിക്കും. ഇന്ന് നമ്മൾ A+ ലൈബ്രറിക്ക് 50,000 രൂപ ഗ്രാൻഡ് ഉണ്ട് പുസ്തകം വാങ്ങാൻ. സപ്തരശ്മി പോലെയുള്ള എൻ്റെ വായനശാലയടക്കം 50,000 രൂപ പുസ്തകം വാങ്ങാനുള്ള ഗ്രാൻഡാണ്. അന്ന് ഞാൻ ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ വായനശാല സെക്രട്ടറി ആയ കാലത്ത് 650 രൂപ ഗ്രാൻഡാണ്. പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള 650 രൂപ ഗ്രാൻഡ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ 1946 ജനിച്ചത്. അപ്പോൾ ഒരു 56, ഒരു 60 ഘട്ടത്തിലാണ് ഞാൻ ഈ വായനശാലയായിട്ട് ബന്ധപ്പെടുന്നത്. പുസ്തകം അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് പുസ്തകങ്ങളൊന്നുമില്ല, ഒരു വായനശാലയല്ല. ഇന്ന് ഗ്രന്ഥാലയമാണ്, അന്ന് വെറും വായനശാലയാണ്. അപ്പോൾ ഒരു 100-200 പുസ്തകങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അന്ന് താല്പര്യമുള്ള, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി വായിച്ചത് വിമൽ മിത്രയുടെ വിലക്ക് വാങ്ങാം എന്ന പുസ്തകം. അന്ന് ജനയുഗത്തിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഒരു വ്യാഴാഴ്ച മറ്റ് വരും ജനയുഗത്തിൽ. അങ്ങനെയാണ് വിമൽ മിത്രേൻ്റെ MN സത്യാർത്ഥി തർജ്ജമ ചെയ്ത് വിലക്ക് വാങ്ങാം എന്നുള്ള നോവൽ വായിക്കുന്നത്. പിന്നീട് തുടർച്ചയായി പിന്നെ MTയുടെയും മറ്റതുപോലെയുള്ള ഓടയിൽ നിന്നും കയറും അതുപോലെയുള്ള നിരവധിയായ പുസ്തകങ്ങൾ വായിച്ച് പിന്നെ വായനയോടൊരു ത്വര തന്നെയായിരുന്നു ആ കാലത്ത്. ഇപ്പോൾ അതിൽ നിന്നൊരു വലിയ മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ 62 വർഷമായി ഞാൻ ഈ വായനശാല രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഒരു 64 ഞാൻ വായനശാലയുടെ ഒരു ലൈബ്രറിയനായി തുടങ്ങി. പിന്നീട് അതിൻ്റെ സെക്രട്ടറിയായി 20 വർഷക്കാലം, 15 വർഷക്കാലം പ്രസിഡൻ്റായി. പിന്നീട് തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയായി 5 വർഷം, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമായി. അങ്ങനെ ഈ പറഞ്ഞ 62 വർഷം എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ രംഗത്ത് തന്നെയായിരുന്നു. ഗ്രന്ഥശാല രംഗം വിട്ട് മറ്റൊരു രംഗത്ത്, മറ്റേ NGO സംഘടന എന്നുള്ള നിലയിൽ സർവീസ് സംഘടനാ രംഗത്ത് NGO യൂണിയൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് പോലും അതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തതും ഇപ്പോഴും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ 80 വയസ്സാകാൻ വേണ്ടി പോകണം. ഈ 80ാമത്തെ വയസ്സിലും വായനശാല തന്നെയാണ് വീടും അതിനുള്ള പ്രവർത്തനവും കാര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞ ഈ 20 വർഷം, ഒരു 20 വയസ്സ്, ആ കാലത്താണ് വായനയോടുള്ള ഒരു നല്ല താല്പര്യം. ഒരുപാട് വായന, അതുപോലെ തന്നെ അന്ന് ഏറ്റവും നമ്മൾ ആകർഷിച്ച് തന്ന ആ കാലഘട്ടത്തിൽ കഥാപ്രസംഗമായിരുന്നു. അന്ന് V സാംബശിവൻ്റെ കഥാപ്രസംഗം വല്ലാണ്ട് ആകർഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയിഷയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു കഥാപ്രസംഗം. നിങ്ങൾ മറക്കുമോ എൻ ആയിഷയെ എന്നുള്ള, അതിപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വേദന വിങ്ങും സമൂഹത്തിൽ നിന്ന് ഞാൻ വേരോടെ ചിന്തി പരച്ചതാണ് ഈ കഥ. ഓക്കെ പകർത്തുവാൻ വാക്കുകളിൽ എനിക്ക് ആ ഗതികേടിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ തുടക്കം. അത് ഇന്നും നമ്മളെ ഒരുപക്ഷെ ആൾക്കാർ ഇന്ന് അതെല്ലാം കേസറ്റൊന്നും ഉണ്ടാവാനില്ല. പക്ഷേ ഞാനിപ്പോഴും V സാംബശിവൻ്റെ 10-20 കാസറ്റ് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റീരിയോ, നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിൻ്റെ സ്റ്റീരിയോ ഇപ്പോഴും ഞാൻ വെച്ചിട്ട് ഞായറാഴ്ചകളിലെല്ലാം അതിപ്പോഴും കേൾക്കും. അത് ദേവലോകം അതുപോലുള്ള നിരവധിയായ കഥകൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാനൊരു നല്ല സൗഹൃദ ബന്ധമുണ്ട്. അനുസ്മരണം സാധാരണ ഞാൻ അയാളെ കൊണ്ട് ഓൺലൈൻ നടത്തിക്കാറുണ്ട് ഇപ്പോഴും വായനശാലയിൽ, അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് തന്നെ. കഥാപ്രസംഗം ഒരു പ്രധാന, നമ്മുടെ ഈ വായനയിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു പ്രചോദനമായ ഒരു കലയായിട്ടാണ് കഥാപ്രസംഗം തോന്നിയത്. അപ്പോൾ ഈ കഥാപ്രസംഗം വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാട് മറ്റ് പുസ്തകങ്ങളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയെല്ലാം പറയും. അപ്പോൾ ആയിഷ ആയിഷ വയലാർ രാമവർമ്മ ആയിഷ എഴുതിയെങ്കിലും ആ ആയിഷ കഥാപ്രസംഗത്തിൽ കൂടി V സാംബശിവൻ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് വയലാർ രാമവർമ്മേൻ്റെ പ്രസക്തിയും കൂടി അതുപോലെ തന്നെ V സാംബശിവൻ എന്നുള്ള കാഥികൻ്റെ ഉയർച്ചയും.
കാരണം അത് ഈ പുസ്തകം, ഓരോ പുസ്തകവും അങ്ങനെ തന്നെയാണ്. ദേവലോകം എന്ന് പറയുന്നത് ചെറുകാടൻ്റെ ദേവലോകം വായിക്കുന്നത്, ദേവലോകം ഒരുപക്ഷെ ഈ സാംബശിവൻ്റെ കഥാപ്രസവത്തോടു കൂടിയാണ് ദേവലോകം വായിക്കുന്നത്. അങ്ങനെ വായനയെ പ്രചോദിപ്പിക്കുന്നതിന് ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം വി സാംബശിവൻ്റെ കഥാപ്രസംഗമാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും നിദാനമായി കടന്ന ഒരു വലിയ പ്രശ്നം ഈ കഥാപ്രസംഗം. ആ കഥാപ്രസംഗ കലയിൽ ഒരു പക്ഷേ നമ്മളെല്ലാം ഈ രംഗത്തേക്ക് ഈ വായനയിലേക്ക് പരിപോഷിപ്പിച്ചത്. പിന്നെ പണിക്കരുടെ രംഗപ്രവേശത്തോടു കൂടി ഞാൻ ഈ ലൈബ്രറി രംഗത്ത്, അന്ന് ഗ്രന്ഥശാല സംഘമാണ്, അപ്പോൾ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറിയായി പണിക്കർ വന്നപ്പോൾ ആ പണിക്കറെ നമുക്ക് അന്ന് പണിക്കർ എന്ന് പറയുന്നൊരു വായനയുടെ ഒരു മൂർത്തിഭാവം, വയറും കുറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ വായനശാലയിൽ അയാൾ പരിശോധനയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു 650 പുസ്തകം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 650 പുസ്തകം എടുത്തു കൊടുത്തു. അങ്ങനെ നേരിട്ട് ലൈബ്രറിനെ കണ്ട് പുസ്തകം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കാരണം ഇതിനൊരു ചിട്ടയായ പ്രവർത്തനം വേണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഈ ബീജാവം എന്ന് പറയുന്നത് പണിക്കറാണ്. അപ്പോൾ പണിക്കറെ പേര് ഒരുപാട് വേറെ ആക്ഷേപങ്ങളുണ്ട്, പക്ഷേ അത് വേറെ കാര്യം. പക്ഷേ വായനാരംഗത്ത് ഇത്രയും കേരളത്തിൽ വായനയെ പരിപോഷിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കാരണം മലബാർ വായനശാല ചരിത്രം പറയുമ്പം അത് തിരുവിതാംകൂർ വായനശാല അമ്പലപ്പുഴയിൽ PK മെമ്മോറിയൽ വായനശാല 1945 സെപ്റ്റംബർ 14 രൂപീകരിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ കേരളത്തിൽ നമ്മുടെ വടകര MK കേളുവേട്ടൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് നമ്മുടെ മലബാർ വായനശാല സംഘം K ദാമോദരൻ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇവരെല്ലാം ജയിലിലെല്ലാം പോയതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നമ്മൾ 1945 സെപ്റ്റംബർ 14 പോകേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ 1936 വരേണ്ടതാണ് K ദാമോദരൻ്റെ. പക്ഷേ അതെന്തുകൊണ്ടോ അതങ്ങനെ പോയി. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്ഥാപനം 45 സെപ്റ്റംബർ, അത് പണിക്കറെ ഒരു തുടക്കം തന്നെയാണ്. പിന്നീട് പണിക്കർ 1977 മാർച്ച് മാസം 16 വരെ 1945 സെപ്റ്റംബർ 14 സെക്രട്ടറിയായി 1977 മാർച്ച് മാസം 16 ഒരു ഗവൺമെൻറ് ഓർഡിനൻസ് കൂടിയാണ് കേരള ഗ്രന്ഥശാല സംഘം പിരിച്ചുവിടുന്നത്. എന്നിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ വരുവാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീൻ്റെ സെക്രട്ടറിയായിട്ട് വീണ്ടും പണിക്കർ തന്നെ വന്നു. അപ്പോൾ അതിന് വലിയൊരു ആക്ഷേപമായി. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ തന്നെയാണ് പിന്നീട് ഒരു മാസം കൊണ്ട് ആ കമ്മിറ്റീൻ്റെ പിരിച്ചുവിടുകയും പണിക്കർ സ്ഥാനത്ത് നിന്ന് ഒഴിവാകും. അയാൾ ക്യാൻഫെഡ്, അനൗപചാരിക വിദ്യാഭ്യാസം എന്നുള്ള ക്യാൻഫെഡ് രൂപീകരിക്കുകയും പിന്നീട് ക്യാൻഫെഡിൻ്റെ പ്രവർത്തനമായിട്ടാണ് പോയത്. പക്ഷേ ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ തുടക്കം കുറിച്ചത് നമുക്കൊരിക്കലും PN പണിക്കർ അല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. PN പണിക്കർ മലബാർ വായനശാല സംഘത്തിന് 1957 മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായതോടുകൂടി അത് ഏകീകരിച്ച് തിരുവിതാംകൂറും 49 തിരുവിതാംകൂറും തിരുകൊച്ചി സംയോജിച്ചു. പിന്നീട് 1956 വന്നപ്പോൾ ഐക്യ കേരള രൂപീകരണത്തോടുകൂടി തന്നെ എല്ലാം കൂടി ഒരു സംസ്ഥാനത്തൊരു ഗ്രന്ഥശാല സംഘം എന്നുള്ളത് രൂപീകരിച്ച് അതിൻ്റെ അന്ന് 4000 വായനശാലകളേ ഉള്ളൂ. ഇന്ന് നമ്മൾ 10,000 വായനശാലയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ന് കാണുന്ന വായനശാലകളുടെ തുടക്കം അതാണ്. ഒരു പെരുന്തച്ചെന്നെല്ലാം പറയുന്ന പോലെ ഒരു വായനശാല അങ്ങനെ ഒരു ആളെ നമുക്ക് ഒരുപാട് ആളുകൾ അതിന് ശേഷം അതിലുണ്ട്. തായാട്ട് ശങ്കരനെ പോലുള്ള ആളുകളുണ്ട്. പക്ഷേ അവരെല്ലാം അതിനേക്കാളേറെ അയാൾക്ക് ഒരുപക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ ഉദ്ദേശമുണ്ടോ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളുണ്ട്. പക്ഷേ എന്നാൽ പോലും വായനയുടെ ഈ ഇന്നത്തെ കാലത്തെ വളർച്ചയ്ക്ക് നിദാനമായി കാണുന്നത് പണിക്കർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം PN പണിക്കറുടെ പേര്. ഇപ്പം നമ്മൾ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ വായനാ പക്ഷാചരണം നടത്തുന്നുണ്ട് ഗ്രന്ഥശാല സംഘം. 19 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് തുടങ്ങി. പിന്നീട് എല്ലാ ദിവസവും പിന്നെ പൊൻകുന്ന വർക്കിൻ്റെ ജന്മദിനമാണ്. അതുപോലുള്ള ഈ K ദാമോദരൻ്റെ അനുസ്മരണം 3-ാം തീയതി, 7-ാം തീയതി IV ദാസിൻ്റെ. അപ്പോൾ ആ 2 ആഴ്ചക്കാലം പക്ഷാചരണം വിവിധ പരിപാടികളോടുകൂടി ഗ്രന്ഥശാലകൾ കേരളത്തിൽ നടത്തുകയാണ്. അത് വലിയ മാറ്റമാണ്. അന്ന് ഈ ഇന്ദുലേഖയാണ് ഞാൻ ചന്ദമേനോൻ്റെ ഇന്ദുലേഖ ആ പുസ്തകം ആ പുസ്തകം ഞാൻ വായിച്ചതായിട്ട് എനിക്കൊരു നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പുസ്തകമുണ്ട്. MTൻ്റെ 4 കെട്ട് നമ്മളെ ആകർഷിച്ച പുസ്തകങ്ങൾ 4 കെട്ട്. അപ്പോൾ അതുപോലെ തന്നെ അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടെന്ന് തോന്നും. ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു MTൻ്റെ ചില കഥകളെല്ലാം നമ്മൾ വീടുകളെല്ലാം വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ അവസ്ഥയും അതിൻ്റെ പട്ടിണിയും പരിവട്ടുമായിക്കൊണ്ടുള്ള ഒരുപാട് കർക്കടകം എന്നെല്ലാം പറഞ്ഞ് ചെറുകഥയുണ്ട് MTൻ്റെ. അതെല്ലാം നമ്മൾ വല്ലാണ്ട് ആകർഷിക്കുന്ന പുസ്തകങ്ങൾ. അപ്പോൾ പുസ്തകത്തോടുള്ളൊരു സ്നേഹം അതുകൊണ്ട് തന്നെയാണ്. പുസ്തകം വായിച്ചാൽ നമുക്ക് കുറേ വിജ്ഞാനം കിട്ടും. അപ്പോൾ അത് വായിക്കേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ അന്നേ ഉണ്ടായിട്ടുണ്ട്. അതിലൊരിക്കും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വായിക്കേണ്ട എന്നുള്ള ഇപ്പോൾ ദേശാഭിമാനി വീക്കിലി, ജനയുഗം, അന്ന് ജനയുഗമാണ് ഏറ്റവും പ്രധാനമായിരുന്നു. ജനയുഗം വീക്കിലി. ഇന്ന് ജനയുഗം അത്രത്തോളം പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് ജനയുഗമാണ്. അത് പിന്നീട് ദേശാഭിമാനി വന്നു, പിന്നെ മാതൃഭൂമി വന്നു, ഒരുപാട് വീക്കിലികളുണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ മാതൃഭൂമിൻ്റെ ഒരു വായനക്കാരനാണ്. വീക്കിലി എത്രയും കൊല്ലം മാതൃഭൂമി വീക്കിലി വരികയും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലേഖനങ്ങളെല്ലാം
വായിക്കുമ്പോൾ പ്രായമുണ്ട്, ഓർമ്മക്കുറവിൻ്റെ എല്ലാം പ്രശ്നമുണ്ട്, എന്നാൽ പോലും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പുസ്തകത്തോടുള്ള സ്നേഹം അത് മനസ്സിലെപ്പോഴും പുസ്തകം തന്നെയാണ്. ഞാനിപ്പോൾ പുസ്തകത്തിനെ നമ്മൾ ഒരിക്കലും സൂക്ഷിക്കുന്നതും അങ്ങനെയാണ്. ഒരുപക്ഷെ അതിനൊരു സ്വകാര്യ ലാഭം എന്നെല്ലാം വേണ്ടിയൊക്കെ പറയാം. കാരണം ഇപ്പോൾ എൻ്റെ പുസ്തകം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു പക്ഷേ മടിയായിരിക്കും. അത് ഒന്നതിൻ്റെ പ്രധാനത കൊടുത്താൽ തിരിച്ചു വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പുസ്തകം ഞാൻ അത് സൂക്ഷിച്ച് വെക്കുന്ന പറഞ്ഞാൽ അതിന് കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി വാരി വലിച്ചിടാതെ കൃത്യമായി നമ്മളെ വസ്ത്രങ്ങളെല്ലാം ഇസ്തിരിയിൽ വെച്ച് അൾമാറെല്ലാം വെക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ പുസ്തകങ്ങൾ. കൃത്യമായി നമുക്കേത് പുസ്തകം നോക്കിയാൽ എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇപ്പോഴും. അതുകൊണ്ട് ഈ വയസ്സുകാലത്തും ആ പുസ്തകത്തിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ അന്ന് ആദ്യകാലത്ത് ഈ പുസ്തകങ്ങൾ ഉണ്ടാകുന്നത് ഗ്രാൻഡൊന്നുമില്ല. ഇപ്പോൾ അന്നും പുസ്തകം വായിക്കുന്നവരെ വീടുകളിൽ പുസ്തകം ഉണ്ടാകും കുറച്ച്. അപ്പോൾ അവരെ പുസ്തകങ്ങൾ, പിന്നെ പാഠപുസ്തകങ്ങളില്ലേ നമ്മുടെ കുട്ടികളെല്ലാം, അന്ന് അതെല്ലാം വായനശാലക്ക് കൊടുക്കും, സർവാത്മന കൊടുക്കും. അതെല്ലാം കൊണ്ടുവന്ന് ഒരു രജിസ്റ്റർ എഴുതി അതിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് പോകും. അന്ന് ഇതിന് ലൈവ് അംഗീകാരമെല്ലാം കിട്ടണമെങ്കിൽ 10-500 പുസ്തകം വേണം. അപ്പോൾ ഒരു 500 പുസ്തകങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അതിൻ്റെ പിന്നെ സ്റ്റോക്ക് രജിസ്റ്ററിൽ വെച്ച് അങ്ങനെ. അപ്പോൾ അതിൻ്റെ അകത്ത് സംഭാവനയാണെന്ന്. പിന്നെ അന്ന് പുസ്തകത്തിന് ഇന്നത്തെ വിലയില്ല. ഇപ്പോൾ 50 പൈസ മുതൽ ₹1, ₹2 പുസ്തകങ്ങൾ കിട്ടും. അങ്ങനെ ചെറിയ പുസ്തകങ്ങളെല്ലാം വാങ്ങി വായനശാലകൾ സാമ്പത്തിക ഇന്നത്തെ സ്ഥിതി. ഇന്ന് നമ്മൾ A+ ലൈബ്രറിക്ക് ₹50,000 ഗ്രാൻഡ് ഉണ്ട് പുസ്തകം വാങ്ങാൻ. സപ്തരശ്മി പോലെയുള്ള എൻ്റെ വായനശാലയടക്കം ₹50,000 പുസ്തകം വാങ്ങാനുള്ള ഗ്രാൻഡാണ്. അന്ന് ഞാൻ ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ വായനശാല സെക്രട്ടറി ആയ കാലത്ത് ₹650 ഗ്രാൻഡാണ്. പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ₹650 ഗ്രാൻഡ്. ആ ₹650 എത്ര പുസ്തകം കിട്ടുമെന്ന് ഇപ്പം നമുക്കറിയാമല്ലോ. ഇന്നത്തേനെക്കാളും കൂടുതൽ കിട്ടും, കാരണം പുസ്തകത്തിന് വില കുറവാണ്. ഇന്നിപ്പം നമ്മൾ 10, 15,000, 20,000, 25,000, 50,000 വരെ പുസ്തക ഗ്രാൻഡാണ്. അപ്പോൾ അന്ന് അതൊന്നുമില്ല. ഇന്നും നമ്മൾ പുസ്തകം സമാഹരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏപ്രിൽ 23 നമ്മുടെ ഈ പുസ്തക ദിനം, ലോക പുസ്തക ദിനമല്ലേ, ഷേക്സ്പിയറിൻ്റെ ജനനവും ചരമവും അല്ലേ. ആ ദിനത്തിൽ ഞാനിപ്പോഴും പുസ്തകം സമാഹരിക്കലുണ്ട്. കാരണം അത് പറയുമ്പോൾ ആളുകൾക്കൊരു താല്പര്യമുണ്ട്. ഇത് ഷേക്സ്പിയറെ ലോക പുസ്തക ദിനം എന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അത് ലോക പുസ്തക ദിനം ഷേക്സ്പിയറുടേതാണ്, ജനനവും മരണവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുറച്ച് പുസ്തകങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവക്കാരൻ്റെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുസ്തകം കൊടുക്കില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ ആളുകൾ പുസ്തകം കൊടുക്കുന്നുണ്ട്. താല്പര്യരായ ആളുകൾ പുസ്തകം അങ്ങനെ സമാഹരിച്ചുകൊണ്ട് ഇപ്പം നല്ല പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വായിക്കുന്ന പുസ്തകം ഗ്രാൻഡും ഉണ്ട്. അന്ന് സമാഹരിച്ചത് ഇതുപോലെ. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുന്നംകുളത്തെ പ്രസ്സുള്ളൂ. അന്നത്തെ എല്ലാ പുസ്തകത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഭാരതത്തിൻ്റെയും കൃഷ്ണപ്പാട്ടിൻ്റെ എല്ലാം കാണാം അച്ചടി കുന്നംകുളം. അത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം നോക്കിയാൽ കാണുന്നത്.